SNDP-യുമായുള്ള ഐക്യശ്രമങ്ങളിൽ നിന്ന് പിന്മാറുന്നതായി NSS. SNDP-യുമായി സൗഹൃദം തുടരും എന്നും NSS ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. സനോജ് ചേരുകയാണ്. സനോജ്, വലിയ മാധ്യമ വാർത്തയായി വന്നതാണ് NSS-ഉം അതുപോലെ തന്നെ SNDP-യുമായുള്ള ഐക്യ നീക്കം. രണ്ട് സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാരാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ ഡയറക്ടർ ബോർഡ്, NSS-ന്റെ ഡയറക്ടർ ബോർഡ് അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ഷമി, ആദ്യം ഈ ഐക്യമെന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായിരുന്നു. NSS-ഉമായി വീണ്ടും ഒരു ഐക്യം രൂപപ്പെടുന്നു. നസ്രാണി ഒപ്പം നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകൾ ഒന്നാവണമെന്നുള്ള ഒരു തീരുമാനമാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളിയുടെ തീരുമാനം സ്വാഗതം ചെയ്തുകൊണ്ട് സുകുമാരൻ നായരും ഈ ഐക്യം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയുണ്ടായി. SNDP യോഗം അതിന്റെ ഡയറക്ടർ ബോർഡ് യോഗം കൂടി ഐക്യവുമായി മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് യോഗം കൂടി NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകുവാൻ പച്ചക്കൊടി കാണിച്ചു. അങ്ങനെയാണ് ഇതിന്റെ ചർച്ചയ്ക്കായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയത്. തുഷാർ വെള്ളാപ്പള്ളി അടുത്ത ദിവസം NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് NSS-ന്റെ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് പെരുന്നയിൽ ചേർന്നത്. ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ SNDP NSS ഐക്യം സംബന്ധിച്ച് വിഭിന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ പല കാരണവശാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യം ശ്രമം പരാജയപ്പെടുമെന്ന കാര്യമാണ് ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തന്നെ അത് വ്യക്തമാവുന്നുണ്ട്. NSS-ന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSS എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാട് സ്വീകരിക്കുന്നതിനാൽ അത്തരമൊരു ഐക്യം ഈ കാലഘട്ടത്തിൽ സാധ്യമല്ല. മറ്റെല്ലാ സമുദായങ്ങളോടും എന്നവണ്ണം SNDP-യോടും ഈ സൗഹാർദ്ദപരമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് NSS ആഗ്രഹിക്കുന്നത്. NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുമാണ് ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതോടെ NSS SNDP ഐക്യമെന്ന ആവശ്യത്തിന് തുടക്കത്തിലെ കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷമി.